Very good. Now today we are going to learn something. Sir ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 2 3 4 റൈറ്റ്. ഫസ്റ്റ് എന്തായിരിക്കുന്ന ഇംഗ്ലീഷിലെ കുറച്ച് വേർഡുകൾ അതെങ്ങനെ യൂസ് ചെയ്യുക സാർ പഠിപ്പിച്ചു തരുന്നത് മനസ്സിലായില്ലേ? ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആൻഡ് ഹൗ വി ഹാവ് ടു യൂസ് ദോസ് വേർഡ്സ് ദാറ്റ് ഐ വിൽ ടീച്ച് യു. സെക്കൻഡ്ലി ഈസ് ബ്രെഡ് സാൻഡ്വിച്ച്. ആരൊക്കെയാണ് ബ്രെഡ് സാൻഡ്വിച്ച് കഴിച്ചിരിക്കുന്നത് ഇവിടെ? ബ്രെഡ് സാൻഡ്വിച്ച് ആരൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്? ബ്രെഡ് സാൻഡ്വിച്ച് ഇഷാൻ കഴിച്ചിട്ടുണ്ട്. ഇഷാൻ എപ്പോഴും കൊണ്ടുവരില്ല. ജെന്നി കഴിച്ചിട്ടില്ല. ഇഷാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ. Now today we will teach you. Okay, today we will teach you how to make it and you people have to make it. അപ്പോൾ ഇന്ന് തിയറി ക്ലാസ് ആയിരിക്കും ജസൻ. Today I will tell you how it is made, what are the things required for making it, and we will have a TV യിൽ അത് മേക്കിംഗ് ഒരു ഷോ കാണിച്ചു തരും ഞാൻ. That is what today. And tomorrow you people are going to make it. നാളെ എന്താ ചെയ്യാൻ പോണത്? യു പീപ്പിൾ നിങ്ങൾക്ക് എന്തുണ്ടാക്കേണ്ടി വരും? ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഹിയർ അങ്കിള് ബ്രെഡ് കൊണ്ടുവരും, അങ്കിള് എല്ലാം കൊണ്ടുവരും, കുക്കുംബർ കൊണ്ടുവരും, എല്ലാം ചെയ്ത് ഇവിടെ ഉണ്ടാക്കണം. റൈറ്റ്? സോ ദാറ്റ് ഈസ് വാട്ട് ബ്രെഡ് സാൻഡ്വിച്ച് മേക്കിംഗ്. Brain development activities will give you something, then we will have to do that thing, some puzzles and sort of thing. Brain development activities ഉണ്ടാവും. അതിൽ മെയിൻലി നമ്മൾ എടുക്കാൻ പോകുന്ന ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ക്വിസ് ആണ്. So we will show you something, you may have to identify who is who പറഞ്ഞിട്ട് as per the age I will show you that. Okay? Then last എന്താണ്? റിവിഷൻ. അത് ടീച്ചർമാർ രണ്ടുപേരും എടുക്കും. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് വല്ല പോസ്റ്റർ വെച്ചിട്ട് വല്ല ഇതായിട്ട് എടുക്കും മലയാളത്തിൽ ഇംഗ്ലീഷിൽ. So that is the agenda for the day. Right? So let us start with English communication. നമ്മളിപ്പോൾ ഡെയിലി ലാംഗ്വേജ് യൂസ് ചെയ്യില്ല ഇംഗ്ലീഷിൽ. ഡെയിലി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി ലാംഗ്വേജിൽ നമ്മൾ ആൾക്കാരുടെ അടുത്ത് അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഗുഡ് മോർണിംഗ്. രാവിലെ പറയണമെങ്കിൽ എന്താ പറയുക നമ്മൾ? ഉച്ചയ്ക്ക് പറയണമെങ്കിൽ നമ്മൾ എന്താ പറയുക? ഗുഡ് ആഫ്റ്റർനൂൺ. 12 മണിക്ക് പറയണമെങ്കിൽ എന്താ പറയുക? ഗുഡ് നൂൺ. 12 മണി എക്സാക്ട്ലി 12 o'clock ഉച്ചയ്ക്ക്. 12 മണി ആയി കഴിഞ്ഞാൽ ആഫ്റ്റർനൂണും അല്ല മോർണിംഗും അല്ല. 12 മണിക്ക് നമ്മൾ എന്താ പറയുക? ഗുഡ് നൂൺ. എല്ലാവരും വിളിക്കാൻ പറ ഗുഡ് നൂൺ. അപ്പൊ 12 മണിക്ക് ഗുഡ് നൂൺ. 12 മണി കഴിഞ്ഞ് 12:01 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ് ഇറ്റ് ഗോസ് അപ് ടു 4 o'clock. 4 മണി വരെ ഉണ്ട്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 o'clock കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന സമയം വരില്ല. അപ്പൊ നമ്മൾ എല്ലാവരും പറയാ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ആൻഡ് രാത്രി നമ്മൾ കിടക്കാൻ പോവില്ല. ആൾക്കാരെ കണ്ടിട്ട് ബൈ പറഞ്ഞ് ഉറക്കം പോവില്ല വീട്ടിലേക്ക്, അല്ലെങ്കിൽ കിടക്കാൻ പോവില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ഗുഡ് നൈറ്റ്. എന്താ പറയാ? അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവരും രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് പറയണം. ഫോർ എക്സാമ്പിൾ അവിടെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യേ ഗുഡ് മോർണിംഗ്. ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് ഹാൻഡാ യൂസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ആരും യൂസ് ചെയ്യില്ല. ലെഫ്റ്റ് ഹാൻഡ് എന്തിനാണ് യൂസ് ചെയ്യാറിയോ? അപ്പി കഴുകാൻ വേണ്ടിയിട്ട്. ആ കൈ ആർക്കും കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? എപ്പോഴും കൈ കൊടുക്കണമെങ്കിൽ ഏത് കൈയാ കൊടുക്കുക? ഇത് കൊടുക്കാൻ പാടില്ല. ഇത് അപ്പി കഴുകാൻ വേണ്ടിയിട്ടുള്ള കൈയാണത്. ഓക്കെ, റൈറ്റ് ഹാൻഡ്. പിന്നെയും ജർണി അതന്നെ ചെയ്യണം നീ. ഇത് ലെഫ്റ്റ് അല്ല തന്നെ. Okay, everybody show me which is your right hand. എല്ലാവരും റൈറ്റ് ഹാൻഡ് പൊക്കുക. വിസ്മയുടെ റൈറ്റ് അതാണ്. അവൾക്ക് റൈറ്റ് ലെഫ്റ്റ് അറിയില്ല. അവളിപ്പോ LKG-ക്ക് വരാൻ പോകണം. റൈറ്റ് ഹാൻഡ് വിസ്മയ വിഹാനി റൈറ്റ് ഹാൻഡ്. നിമിഷ ഈ കൈ. ആ കൈ താഴെ. റൈറ്റ്. ഇതിനെന്താ പറയാ? നിങ്ങൾ ആ ചോറുണ്ണ കൈ ഏതാണ്? ഋത്വി. ഏത് കൈയാ? റൈറ്റ് ഹാൻഡ്. ഏത് കൈയുണ്ട ചോറുണ്ണുക? അപ്പൊ അത് പൊക്ക. ഗുഡ്, വെരി ഗുഡ് വിയാൻ. ഋത്വി റോങ്. ആ കൈയല്ല ചോറുണ്ണ കൈ. താനിയ റോങ്. നീ ഇതോടെ ചോറുണ്ണ. ലെഫ്റ്റ് കൈ കൊണ്ട് ചോറുണ്ണ. ചന്തി കൈയുടെ കൈ കൊണ്ട് ചോറുണ്ണ. അപ്പൊ ആ കൈ പൊക്ക്. ജന്നി പറയില്ല. ആ കൈ മുകളിൽ പൊക്ക്. ഗുഡ്. ജനനി കൈ പൊക്ക്. റൈറ്റ്. നീ റൈറ്റ് കൈ പൊക്ക്. ഈശാൻ റൈറ്റ് കൈ പൊക്ക്. റൈറ്റ്. ഇവർക്ക് ആദ്യം റൈറ്റ് ലെഫ്റ്റ്. റൈറ്റ് പൊക്ക്. ഋത്വി കൈ പൊക്ക്. റൈറ്റ്. റൈറ്റ്. നിമ്മി റൈറ്റ് കൈ പൊക്ക്. റൈറ്റ് കൈ പൊക്ക്. എല്ലാവരും ലെഫ്റ്റ്. എല്ലാവരും പൊക്ക്. ലെഫ്റ്റ് കൈ. ലെഫ്റ്റ്. ഏത് കൈ? ലെഫ്റ്റ്. 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 നിമ്മി ലെഫ്റ്റ് പൊക്ക്. റൈറ്റ് ചോട്ടിട്. ആ കൈ പൊക്ക്. അതല്ല ലെഫ്റ്റ്. അതെ ഇത് പൊക്ക്. ലെഫ്റ്റ്. ലെഫ്റ്റ് പൊക്ക്. റൈറ്റ്. നിമ്മോ ഈ കൈ. ഈ കൈ. റൈറ്റ് പറഞ്ഞില്ല ഞാൻ. റൈറ്റ്. റൈറ്റ്. റൈറ്റ് ഏതാണ്? നിമിഷ ഈ കൈ പൊക്ക്. റൈറ്റ് ഏതാണ്? വിഹാനി ഈ കൈ പൊക്ക്. ആ നിമിഷ ഈ കൈ പൊക്ക്. വിയാൻ അറിയില്ല. റൈറ്റ് ഏതാണ്? വിയാൻ ഏത് കൈയാ? റൈറ്റ്. അത് ആ വെരി ഗുഡ്. നിനക്കത് അവൻ അറിയില്ല. റൈറ്റ്. ലെഫ്റ്റ്. കൈ മാറ്റല്ലാരോ വേഗം. വിയാൻ വിഹാനി. നിമിഷ ലെഫ്റ്റ് പൊക്ക്. മറ്റേ കൈ ചോട്ടിലിട്ട്. രണ്ട് കൈയും പൊക്കണ്ട. വിയാൻ എഴുതാൻ തെറ്റ്. വിയാൻ ഏത് കൈ? ലെഫ്റ്റ്.
ഇന്റെ കൈ ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ്. ഋതാന്ന് അറിയില്ല, മറ്റേവരൊക്കെ റൈറ്റ് ആണ്. മറ്റേവർ നോക്കി പഠിക്കരുത്, തെറ്റ്. ഇത് റൈറ്റ് ആണത്, ഇത് റൈറ്റ്, അത് ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് പൊക്ക്, ലെഫ്റ്റ് പൊക്ക്, എല്ലാവരും ലെഫ്റ്റ് പൊക്ക്. ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഈ കൈ തൊട്ട് ലെഫ്റ്റ്, ഇതാണ് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ്. ലിഫ്റ്റ് റൈറ്റ് ഹാൻഡ്. റിദാൻ ഈ കൈ. ഋതാൻ എന്താ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഇങ്ങോട്ട് വാ ഋതാൻ, ഇങ്ങോട്ട് വാ. കബിയ ഇവിടെ വാ. ആൾക്കാരെ നോക്ക് എന്താ ചെയ്യണമെന്ന് ശ്രദ്ധ വെക്ക്. വല്ല എന്തെങ്കിലുമൊക്കെ പൊക്കുക. അവർ ഏത് കൈയാ പൊക്കിയിരിക്കുന്നത്? ഇതാണ് റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് ലെഫ്റ്റ്. മാറ്റ കൈ, ഇത് റൈറ്റ് അല്ല, ഇനി ലെഫ്റ്റ്. ഇത് കൈ പൊക്ക്, ഇതിനെ ലെഫ്റ്റ് പറയും. ഓക്കെ, റൈറ്റ്. റൈറ്റ് പറയുമ്പോ ഈ കൈ, ഇതാണ് റൈറ്റ്. ലെഫ്റ്റ്, അത് ചോട്ടിലട്. ലെഫ്റ്റ് പറയുമ്പോ അത് ചോട്ടിലട്, ഇതല്ല ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ്. റൈറ്റ് ഏതാ കൈ? ഇത്. ഓക്കെ, ഇരിക്കവിടെ പോയിട്ട്. നൗ ഇട്ട ചോട്ടിലിട്ടോ. ചോറുണ്ണ കൈ ഏതാണ്? നമ്മൾ ചോറ് ഏതുകൊണ്ടാ ഉണ്ണുക? വിട്ടവളെ 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 പോട്ടെ, അവളെ വിട്ടോ, അവള് നടക്കട്ടെ. ആ സായി ഇവിടെ വാ. ചോറുണ്ണണ